ഹലോ, സിയ ചിഞ്ചു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഉള്ളത് മാറഞ്ചേരിയിലാണ്. മാറഞ്ചേരി താമരശ്ശേരിയിൽ. അപ്പോൾ എൻ്റെ അമ്മമ്മയുടെ വീട് അവിടെയാണ് ഉള്ളത്. അപ്പോൾ ഈ വീട് ഉണ്ടാക്കിയത് എൻ്റെ അച്ഛനും അമ്മമ്മയ്ക്ക് കൂടിയിട്ടാട്ടോ. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളൊരു വീടാണ്. അപ്പോൾ അവർ സ്വന്തമായിട്ട് മണ്ണ് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കി കട്ട കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇതൊക്കെ ഈ കിണറൊക്കെ കാണുമ്പോൾ ഭയങ്കര പഴയ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരികയാണ്. ഇതിൽ നിന്ന് വെള്ളം കോരിയിട്ടൊക്കെ കുളിക്കാനൊക്കെ അങ്ങനെ ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ ഇത് വരുന്നത് എൻ്റെ മേമ്മയുടെ മക്കളാട്ടോ. ഇവരൊക്കെ എൻ്റെ മേമ്മയുടെ മക്കളാണ്. അപ്പോൾ ഇതാ മേമ്മമാരൊക്കെ ഇതവിടെ ഉണ്ട്. സിയാപ്പി ഇതാണ് മേമ്മയുടെ മോളുടെ മോനാണ് കേട്ടോ അത്. അപ്പോൾ ഇത് മേമ്മ എല്ലാവർക്കും ഫുഡ് കൊടുക്കട്ടോ. മക്കൾക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ തുടങ്ങി. പിന്നെ അത് അവർ കളിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോഴാണ് മുറ്റത്തുള്ള ചാമ്പയ്ക്കയുടെ മരം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഇതാ കുറേ ചാമ്പയ്ക്ക അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിപ്പം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മധുരമായിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പൊട്ടിക്കുക എന്നുള്ളതായി. പിന്നെ ഈ ചാമ്പയ്ക്കയുടെ മരം എൻ്റെ വല്യമ്മയുടെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഒരു തൈ കൊടുന്നിട്ട് ഇവിടെ നട്ടു. അങ്ങനെ തന്നെ ഞാനൊരു വടി അവിടെ കിടക്കണ കണ്ടു. അപ്പോൾ ആ വടി എടുത്തിട്ട് ഞാൻ ചാമ്പയ്ക്ക പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പൊട്ടിക്കാൻ പോവാട്ടോ. പിന്നെ ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ പൊട്ടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് എൻ്റെ കയ്യിൻ്റെ എത്തുന്നിടത്ത് തന്നെ ഒരു ചാമ്പയ്ക്ക ഇങ്ങനെ കുറച്ചിങ്ങനെ നിൽക്കണം കണ്ട്. അപ്പം ഞാനത് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ ആ കൊമ്പ് കൊടുക്കണ തന്നെ അത് ഒടിഞ്ഞു വീണു. അങ്ങനെ ഇതാ കൊമ്പ് ഓടിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോന്നു കേട്ടോ ചാമ്പയ്ക്ക കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാമ്പയ്ക്ക നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മധുരം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ അഞ്ചു ഒരു വലിയൊരു വടി എടുത്ത് അവിടെയുള്ള ചാമ്പയ്ക്കൊക്കെ കൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാമ്പയ്ക്കൊക്കെ നിലത്ത് വീണുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചാമ്പയ്ക്കൊക്കെ കഴിച്ചു എന്നിട്ട് പിന്നെ മക്കളൊക്കെ പിന്നെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പിന്നെ കഴിക്കണവർ അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളിട്ട് അങ്ങനെ കഴിക്കണവർ വെറുതെ തിന്നാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്, നല്ല മധുരം ഉണ്ട് അത്. അങ്ങനെ ചാമ്പയ്ക്ക പൊട്ടിക്കലും കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ 5 പേരും കൂടിയിട്ട് പാടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരെല്ലാവരും കൂടി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ അതാണ് കേട്ടോ പാടം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് നടന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെ വീട്ടിൽ നിന്ന് എടുത്ത് തന്നെ കേട്ടോ പാടത്തേക്ക് പോകാൻ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ 5 പേരും കൂടിയിട്ട് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോ പാടത്തേക്ക് പോയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുണ്ടല്ലോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒന്ന് ഒത്തുകൂടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ് എല്ലാവർക്കും. അപ്പോൾ ഈ പാടമൊക്കെ കാണുമ്പോൾ ഞങ്ങളെ ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുക കേട്ടോ. ഇത് ഭയങ്കര രസമായിരുന്നു അന്നൊക്കെ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ആ വരമ്പിലൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.